നഗരത്തിന്റെ ചിരകാല സ്വപ്നമായ ഔട്ടർ റിംഗ് റോഡ് യാഥാർത്ഥ്യത്തോടടുക്കുന്നു. നമസ്കാരം, ഞാൻ ജാസ്മിൻ. തിരുവനന്തപുരം വർഷങ്ങളായി പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന വിഴിഞ്ഞം നാവായിക്കുളം ഔട്ടർ റിംഗ് റോഡ് പദ്ധതിക്ക് പുതിയ മുന്നേറ്റം. കാലതാമസം വന്നുവെങ്കിലും പാരിസ്ഥിതിക ആഘാത വിലയിരുത്തൽ റിപ്പോർട്ട് ദേശീയപാത അതോറിറ്റിക്ക് സമർപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഈ റിപ്പോർട്ട് ദേശീയപാത അതോറിറ്റിക്ക് നൽകിയത്. ഇതോടെ ഔട്ടർ റിംഗ് റോഡ് പദ്ധതി സുപ്രധാനമായൊരു മുന്നേറ്റമാണ് നടത്തിയിരിക്കുന്നത്. കേരളത്തിന്റെ തലസ്ഥാന നഗരമായ തിരുവനന്തപുരം അതിവേഗം വികസിച്ചു വരുന്നതിനിടെ ഗതാഗത കുരുക്ക് നഗരത്തെ സംബന്ധിച്ച് വലിയ വെല്ലുവിളിയായി മാറിയിരിക്കുന്നു. ഇത്തരത്തിലുള്ള തിരക്കുകൾ കുറയ്ക്കുന്നതിനും വിഴിഞ്ഞം തുറമുഖവുമായി നഗരത്തിൽ നിന്നും നേരിട്ടുള്ള ബന്ധം ഉറപ്പാക്കാനുമാണ് ഔട്ടർ റിംഗ് റോഡ് പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത്. ഏകദേശം 60 കിലോമീറ്ററോളം നീളവും 6 പാതകളുമുള്ള ഈ പാത നഗരത്തിന്റെ ചുറ്റിലും വികസനത്തിന്റെ പുതിയ വളയമൊരുക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഈ പദ്ധതിയെ സംബന്ധിച്ച് ഏറ്റവും വലിയ വെല്ലുവിളികളിലൊന്നായിരുന്നു പാരിസ്ഥിതിക അനുമതി. മുമ്പ് നൽകിയ അനുമതികൾ അസാധുവാകുകയും ദേശീയപാതയായി പുനർവർഗീകരണം നടത്തുകയും ചെയ്തതോടെ ഔട്ടർ റിംഗ് റോഡ് പദ്ധതിക്ക് പുതിയ നടപടിക്രമങ്ങൾ അനിവാര്യമായി. അതിനാലാണ് ഈ പദ്ധതി ദീർഘകാലം വൈകുന്നതിന് ഇടയായത്. നിലവിൽ സമർപ്പിച്ചിരിക്കുന്ന പുതിയ പാരിസ്ഥിതികാഘാത റിപ്പോർട്ട് ഇതുവരെ നിലനിന്നിരുന്ന ആശങ്കകൾ പരിഹരിക്കുന്ന വിധമാണ് തയ്യാറാക്കിയിരിക്കുന്നത്. പരിസ്ഥിതിക്ക് ദോഷം കുറിക്കാൻ കുന്നിൻ പ്രദേശങ്ങളിലൂടെ തുരങ്കങ്ങൾ നിർമ്മിക്കുന്നതും പാതയുടെ ദിശയിൽ മാറ്റങ്ങൾ വരുത്തുന്നതുമാണ് പ്രധാന പ്രത്യേകത. പുതിയ രൂപകൽപ്പനയിൽ പാരിസ്ഥിതിക ആഘാതം കുറയ്ക്കുന്നതിനായുള്ള നിർദ്ദേശങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കുന്നുകൾ വെട്ടിത്തെളിക്കുന്നത് ഒഴിവാക്കി തുരങ്കങ്ങൾ നിർമ്മിക്കുക, താഴ്ന്ന പ്രദേശങ്ങളിൽ വയഡക്റ്റുകൾ, പ്രകൃതി ദൃശ്യം പരമാവധി സംരക്ഷിക്കുക എന്നിങ്ങനെയുള്ള മാറ്റങ്ങൾ ഈ പദ്ധതിയെ പരിസ്ഥിതി സൗഹൃദമാക്കാൻ സഹായിക്കും. മുൻപുയർന്ന വിമർശനങ്ങൾ ഗൗരവത്തിൽ എടുത്തുകൊണ്ട് തന്നെയാണ് പുതിയ റിപ്പോർട്ട് തയ്യാറാക്കിയത്. റിപ്പോർട്ട് സമർപ്പിക്കപ്പെട്ടതോടെ ഇനി കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ അനുമതിയാണ് ലഭ്യമാകേണ്ടത്. അതിനു മുൻപ് സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ അനുമതിയും ലഭ്യമാവേണ്ടതുണ്ട്. ഈ നടപടികൾ പൂർത്തിയായാൽ ഭൂമി ഏറ്റെടുക്കൽ, ടെൻഡർ നടപടികൾ എന്നിവ ആരംഭിക്കും. ഔട്ടർ റിംഗ് റോഡ് ഒരു ഗതാഗത പദ്ധതി മാത്രമല്ല, തിരുവനന്തപുരം നഗരത്തിന്റെ ഭാവി വികസനത്തിന് അടിത്തറയിടുന്ന സുപ്രധാന അടിസ്ഥാന സൗകര്യ പദ്ധതിയാണ്. വിഴിഞ്ഞം തുറമുഖത്തിന്റെ പ്രവർത്തനം ശക്തിപ്പെടുത്താനും ചരക്ക് ഗതാഗതം സുഗമമാക്കാനും ഈ പദ്ധതി നിർണായകമാകും. കൂടാതെ നഗരത്തിന് പുറത്തുള്ള പ്രദേശങ്ങളിൽ പുതിയ വ്യവസായ മേഖലകൾ വളരുന്നതിനും ഈ പദ്ധതി വഴിയൊരുക്കുമെന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. പദ്ധതി പുതിയ ഘട്ടങ്ങളിലേക്ക് മുന്നേറുമ്പോൾ ഭൂമി നഷ്ടപ്പെടുന്നവരുടെ ആശങ്കകളും പരിസ്ഥിതി പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട ചർച്ചകളും തുടരുകയാണ്. പരസ്യമായ നടപടികളും നീതിപൂർണമായ നഷ്ടപരിഹാരവും ഉറപ്പാക്കണമെന്നാണ് പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നത്. നിലവിൽ പരിസ്ഥിതി റിപ്പോർട്ട് സമർപ്പിക്കപ്പെട്ടതോടെ നീണ്ടുനിന്ന അനിശ്ചിതത്വത്തിന് ശേഷം ഔട്ടർ റിംഗ് റോഡ് പദ്ധതി വീണ്ടും ഉണർവ് പ്രാപിച്ചിരിക്കുകയാണ്. ലഭ്യമാകേണ്ട അനുമതികൾ അനുകൂലമായാൽ തിരുവനന്തപുരം നഗരത്തിന്റെ ഗതാഗത രംഗത്ത് വലിയ മാറ്റത്തിന് വഴിയൊരുങ്ങുന്ന ഔട്ടർ റിംഗ് റോഡ് പദ്ധതി നിർമ്മാണ പ്രവർത്തനങ്ങളിലേക്ക് കടക്കും. തലസ്ഥാനത്തിന്റെ ഭാവി വികസനത്തെ നിർണയിക്കുന്ന സുപ്രധാന വഴിത്തിരിവായി ഈ പദ്ധതി മാറുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. വാർത്തയുടെ നിറം തേടി തനിനിറം.